മരണവംശം എന്ന എൻ്റെ ആദ്യ നോവലിൻ്റെ സംസാരം കേൾക്കാനെത്തിയ എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മളത്ര വലിയ പോപ്പുലറായിട്ടുള്ള എഴുത്തുകാരനൊന്നുമല്ല. അപ്പോൾ ഈ മരണവംശത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാസർഗോഡ് ഉള്ള കഥകളും ഓർമ്മക്കുറിപ്പുകളും നോവലുകളും ഒക്കെയാണ് എൻ്റെ എഴുത്തിലൂടെ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ അന്ന് എപ്പോഴും പറയുന്ന ഒരു ചളിക്കഥയല്ല, നടന്ന ഒരു സംഭവമാണ്. എൻ്റെ നാട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു നാടാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മോസ്കോ എന്നാണ് ആ നാടിൻ്റെ അപരനാമം. അപ്പോൾ അതേപോലെ ഒരുപാട് തെയ്യങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നാദക്കോട്ടമ്പലമുണ്ട്. അപ്പോൾ അവിടെ തെയ്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തോന്നുന്ന പൈസ കൊടുക്കും. ഈ തെയ്യം കെട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് തെയ്യം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ തോന്നുന്ന പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ കുട്ടിയെ ഒരു 5 റുപ്യയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വളരെ ഭയങ്കര സാത്വിക മുഖമുള്ള വളരെ കരുത്തനായിട്ടുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ ഒരു 10 റുപ്യ ഈ തെയ്യത്തിന് കൊടുക്കുന്ന സമയത്ത് ഈ തെയ്യം പരിദേവത വിഷ്ണുമൂർത്തി തെയ്യമാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ തെയ്യം ഈ പൈസ കൊടുക്കുന്ന ആൾ കൈ പിടിച്ചിട്ട് പറയുകയാണ്, സഖാവേ വൈകുന്നേരം ഫ്രാക്ഷൻ ഉണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരും ഭക്തിയും ഒക്കെ ഇടകലർന്ന വൈരുദ്ധാത്മിക ഭൗതികവാദം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളുള്ള രസകരമായിട്ടുള്ള ജീവിതങ്ങളുള്ള ഒരു സ്ഥലത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ ഇങ്ങനെ കഥ കണ്ടെടുക്കേണ്ട കുറച്ച് പണിയേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് അതാണ് എനിക്കറിയാവുന്ന പണി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ കഥകളിലും ഇപ്പോൾ നോവലിലും ഇനി വരാനിരിക്കുന്ന നോവലിലൊക്കെ കാസർഗോഡ് വരാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിനൊരു വേറെ തരത്തിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അർത്ഥാന്തര തലങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് വായനക്കാരുടെ പണിയാണ്, അല്ലേ? പൂരക്കളിയായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് എഴുതിയതും പറഞ്ഞതും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മറ്റ് ജില്ലക്കാർക്ക് ഈ പൂരക്കളി എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയില്ല. എനിക്ക് സത്യത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പൂരക്കളിയായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഭയങ്കര വൈബ്രൻ്റായ ഒരു സാഹിത്യം ഈ പൂരക്കളിക്ക് ഉണ്ടെന്നും അതിൽ പിന്നെ ഈ മരണവംശത്തെ പറ്റി പറയുമ്പോൾ അത് ഈ മഷിക്ക് പകരം പക നിറച്ച് പേനയിൽ പക നിറച്ചെഴുതിയ ഒരു നോവൽ എന്ന് പറയുന്നുണ്ട്. ഈ പൂരക്കളികൾ ഈ കണക്ഷൻ ഒന്ന് പറയുക. പിന്നെ ആ അധ്യായങ്ങൾക്ക് ആ നിറങ്ങൾ എന്ന പേര് കൊടുത്തതും അതെന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കാഞ്ഞങ്ങാട് മുതൽ കരിവള്ളൂർ വരെ ഞങ്ങൾ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കളിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി. ഞാൻ പൂരക്കളി കളിച്ചിട്ടുണ്ട്. ഞാനൊരു 9ാം ക്ലാസ് വരെ പൂരക്കളി കളിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ശരീരത്തിൻ്റെ നമുക്ക് കുപ്പായ ഊരിയിട്ട് ഈ പൂരക്കളി കളിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ശരീരം കണ്ട് മറ്റുള്ളവർക്ക് നാണക്കേട് തോന്നുമെന്നുള്ള എനിക്ക് സ്വയം തോന്നിയ നാണക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ പൂരക്കളി മതിയാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ പൂരക്കളി എൻ്റെ ഉള്ളിലുണ്ട്. ഒട്ടിക്കാലം തൊട്ട് ബാലവാടി പോകുന്ന തൊട്ടിട്ട് 9ാം ക്ലാസ് വരെ കളിച്ച ഒരു പൂരക്കളി എൻ്റെ മനസ്സിലുണ്ട്. പൂരം എന്ന് പറയുന്നത് കാമനെ ശിവൻ കൊല്ലുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ കാമനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട്ടുകാർ നടത്തുന്ന ഒരു കളിയാണ് പൂരക്കളി. അത് 1 മുതൽ 18 വരെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തരം എന്നും പറയും. അപ്പോൾ ഈ സ്നേഹത്തെ തിരിച്ചു വിളിക്കുന്ന, ആസക്തിയെ തിരിച്ചു വിളിക്കുന്ന കളിയായിട്ടാണ് ഞാൻ പൂരക്കളിയെ മനസ്സിലാക്കുന്നത്. അതിൽ മൊത്തം സ്നേഹം നാരായണനെ പ്രകീർത്തിച്ചിട്ടാണ് ആ പാട്ട് തുടങ്ങുന്നത്, അതിൻ്റെ താളം തുടങ്ങുന്നത്. അപ്പോൾ 1ാം നിറം പതുക്കെയാണ് തുടങ്ങുക, 2 കുറച്ച് കൂടും, 3 പതിയെ 4 എത്തുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത വരും. പിന്നെ 5ാം തരം കഴിഞ്ഞ് 5ാം തരം ഏറ്റവും പവർഫുള്ളായി വരും. 6 തൊട്ട് താഴോട്ട് പോകും, 6, 7, 8, പിന്നെ ഒരു 17, 18 ആകുമ്പോൾ വീണ്ടും കയറും. അപ്പോൾ എനിക്ക് അതിപ്പോൾ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മരണവംശത്തിന് അങ്ങനെ ഒരു താളമുണ്ടെന്ന് തോന്നി. കാരണം ആദ്യം പതുക്കെ തുടങ്ങുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പതുക്കെ അത് മൂവ് ചെയ്യും. പക്ഷേ ഒരു 50 പേജ് ചെയ്യുമ്പോൾ പതുക്കെ അത് നല്ല കത്താൻ തുടങ്ങും. ഭൂമി കത്തുന്ന പോലെ പതുക്കെ ഒരു കത്തലുണ്ട്. പിന്നെ കത്തി കുറച്ചെത്തുമ്പോൾ ഇങ്ങനെ പോകും. പിന്നെ കുറച്ചൊരു താഴ്ചയുണ്ട്, കുറച്ച് മുകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അധ്യായങ്ങൾക്ക് പകരം പൂരക്കളിയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങൾ ആയിട്ട് ഇതിനെ വിഭജിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ 1 മുതൽ 18 വരെ നിറങ്ങൾ വിഭജിച്ചിട്ടാകുമ്പോൾ യാദൃശ്ചികമായിട്ട് അത് മഹാഭാരതത്തിനും 18 അധ്യായമുണ്ട്. അപ്പോൾ അത് രണ്ടും എന്തോ ഒരു കോയിൻസിഡൻ്റായിട്ട് വന്നൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ എപ്പോഴും അധ്യായമായിട്ടാണ് എഴുത്തുകാർ തരംതിരിക്കല്. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചു നിറങ്ങളായി തിരിക്കാം. നമ്മളെ കാര്യങ്ങൾ പുറം ലോകം അറിയട്ടെ, അല്ലേ?
അപ്പോൾ കാസർഗോഡത്തെ കുറച്ച് കാര്യങ്ങൾ ഇതോടുകൂടി മരണവശ വായിച്ച ആൾക്കാർക്കൊക്കെ പൂരക്കളിയെക്കുറിച്ച് കേൾക്കാത്തവർ കേട്ടു, നിറം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്കും വായനക്കാരെ കൊണ്ട് എത്തിക്കേണ്ട ഒരു സ്വാഭാവികമായിട്ടുള്ള കടമ എഴുത്തുകാരനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുടുംബങ്ങൾ, അതിലെ അംഗങ്ങൾ, അവർ തമ്മിലുള്ള കുറച്ച് ക്ലാഷുകൾ, അങ്ങനെ മഹാഭാരതമായിട്ട് അതിനെന്തോ ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ട് അദ്ദേഹങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ പറയാം. പിന്നെ ഇതിപ്പോൾ ഇനി സിനിമയാവാൻ പോവാണ്. കുറേ കാലമായിട്ട് ചെറുകഥ എഴുതിയിട്ട് ഇത്രയും വൈകിട്ടാണ് നോവൽ എഴുതുന്നത്. അത് ഈ വൈകാനുള്ള കാരണം എന്തെങ്കിലും? വൈകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയനാണ് ബേസിക്കലി. ഒരു നോവൽ എഴുതാനുള്ള ഒരു ഏകാഗ്രതയോ അതിന് വേണ്ടി ഇരിക്കാനുള്ള ഒരു സമാധാനമോ സ്വസ്ഥതയോ ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ കഥകൾ നോവലുകളാവേണ്ട പലതും കഥകളാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്ന കഥയുണ്ട്. അത് പാകിസ്ഥാനിലേക്ക് സ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അത് വായിച്ച പലരും പറഞ്ഞു അതിലൊരു നോവലുണ്ടെന്ന്. അതേപോലെ ആനന്ദം എന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കഥ വായിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ കഥയെക്കുറിച്ച് പറയുന്നത്. ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ മടിക്കയിൽ കുറച്ച് ആൾക്കാർ ഇറാഖ് യുദ്ധം ഉണ്ടല്ലോ, ഇറാഖ് യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടി പണിയെടുക്കാൻ പോയിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ഷാർജയിൽ നിന്ന് ഇവരെ കോൺട്രാക്റ്റ് ബേസ് ഇവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ, ഇറാഖ് അമേരിക്ക യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ ഒരു 4-5 മാസം ഈ അമേരിക്കൻ പട്ടാളത്തിൻ്റെ കൂടെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 2-3 ചെറുപ്പക്കാരാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞ അനുഭവം വെച്ചിട്ടാണ് ആനന്ദം എന്ന് പറഞ്ഞ കഥ എഴുതുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിരുന്നിരുന്നെങ്കിൽ അതിൽ ഒരു നോവൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇത് നമ്മളൊരു മടി വലിയൊരു പ്രശ്നമാണ്. പിന്നെ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് നമ്മൾ ശ്രീനിവാസൻ പറയുന്ന പോലെ നമ്മളുടെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു യാത്രയിൽ നോവലിനും ഒരു നോവൽ വരാനുള്ള ഒരു സമയം, ഒരു മുഹൂർത്തമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആദ്യം ഞാൻ ഇതല്ല എഴുതാൻ വിചാരിച്ചത്. അത് ഞങ്ങളുടെ നാട്ടിൽ കല്ലണം വൈദ്യർ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം EMS കൂടിയിട്ടാണ് ആദ്യമായിട്ട്, ഞങ്ങളുടെ ദ്വയാംഗ മണ്ഡലമായിരുന്നു. അപ്പോൾ അവിടുന്ന് EMSനൊപ്പം ജയിച്ച ആളാണ് കല്ലളം വൈദ്യർ. പട്ടികജാതിപ്പെട്ട ആളാണ്, ദളിതനായിരുന്നു. പക്ഷേ EMSനേക്കാളും ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഭയങ്കര ഒരു വൈദ്യനായിരുന്നു. കുറുക്കൻ്റെ കടിയേറ്റാണ് മരിക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ ഒരു കണ്ണിച്ചിറ പാലമുണ്ട്, പാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു കോളനി ഉണ്ട്. അവിടെയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ വൈദ്യരുടെ ജീവിതം പിന്നെ നോവലാക്കാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ പലവിധ അപ്രതീക്ഷിത കാരണങ്ങളാൽ ഗോപാലേട്ടൻ, അതായത് ഈ ഭാസ്കരേട്ടൻ്റെ ഇതിലത്തെ ഭാസ്കരൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട്, അതിലത്തെ യഥാർത്ഥ കഥാപാത്രം എന്നോട് പറയുകയാണ്, നീ ഇതാദ്യം എഴുതിയാൽ മതി, എന്നിട്ട് മതി മറ്റേ പരിപാടി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉൾവിളിയിൽ നിന്നാണ് മരണവംശം എഴുതുന്നത്. ഇത് എഴുതിയപ്പോൾ ഒരു 600-ന് മേലെ പേജ് ഉണ്ടായിരുന്നു എന്നും അത് എഡിറ്റ് ചെയ്തിട്ട് 300 പേജ് ആക്കി എന്നൊക്കെയാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയതിൽ കിടക്കുന്നുണ്ടാവില്ലേ നല്ല കഥകൾ? അതിനിപ്പോൾ എന്താ ചെയ്യുക? അല്ല, അതിൻ്റെ ഈ അൺകട്ട് വേർഷൻ വേണം, അത് പ്രസിദ്ധീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒരുപാട് കഥകളുണ്ട്. ഇതിലും കുറേ കഥകളുണ്ട്. പക്ഷേ 620 പേജിൽ ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ പലതും ഉപേക്ഷിച്ചിട്ടില്ല. അത് അടുത്ത എപ്പോഴെങ്കിലും ഏത് നോവലാക്കുകയാണെങ്കിൽ ആ കഥയൊക്കെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷേ എൻ്റെ ആദ്യത്തെ വായനക്കാരിയും എൻ്റെ എല്ലാ കഥകളുടെയും ഏറ്റവും നിശ്ചിതയായിട്ടുള്ള വിമർശക എൻ്റെ ഭാര്യയായിട്ടുള്ള മനീഷയാണ്. കാരണം അവൾക്ക് എന്നോട് ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗുണവും എൻ്റെ കഥകളിലും നോവലിലും കടന്നു വരും. കാരണം ഈ പ്രോത്സാഹന കമ്മിറ്റി ചെയർമാൻ എന്നല്ല, അവൾ വിമർശക കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അവളാണ് ഈ 620 പേജുള്ള, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ പ്രാന്തും എൻ്റെ വിഷാദവും എൻ്റെ അരക്ഷിതാവസ്ഥയും എൻ്റെ അപമാനവും ആത്മനിന്ദയും ഒക്കെ സ്വരുക്കൂട്ടി 620 പേജിനെ നിഷ്കരണം കത്രിക വെച്ച്, പേന എന്ന കത്രിക വെച്ച് 320 ചുരുക്കിയത് അവളാണ്. അത് അതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ ഗുണവും ആ നോവലിനുണ്ട്. അത് 620 പേജായിരുന്നെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും എഴുത്തുകാരനായിട്ട് മലയാള സാഹിത്യം പരിഗണിച്ചേനെ എന്നെനിക്കിപ്പോൾ തോന്നുന്നു. നോവലിലെ ഇങ്കിട്ടവണ്ണൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്കിട്ടവണ്ണന് വേദങ്ങൾ അറിയാം, സംസ്കൃതം അറിയാം, അപാര ജ്ഞാനിയാണ്, പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വായിച്ചിട്ടും അറിവ് നേടിയിട്ടൊന്നും കാര്യമില്ല, ഈ വായന കൊണ്ട് ഒരാൾ നന്നാവാൻ പോകുന്നില്ല എന്നുള്ളൊരു സംഗതി അതിലുണ്ടോ? അത് ഉണ്ട്, സത്യമായിട്ടുണ്ട്.
പുസ്തകം എന്ന് പറയുന്നത് ഈ ഇങ്കിട്ടവണ്ണൻ്റെ കഥ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിനപ്പുറത്തൊരു പടിഞ്ഞാറ് ഇല്ലുണ്ട്. അപ്പോൾ എൻ്റെ വില്ലമ്മ പറഞ്ഞതാണ്, എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു, കുറേ 10-15 വർഷം മുമ്പേ മരിച്ചു. അപ്പോൾ ഈ അമ്മമ്മയുടെ ചെറുപ്പകാലത്ത് ഇയാൾ സംസ്കൃതം അരച്ച് കലക്കി കുടിച്ച വേദങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. ഏത് പാതിരാത്രിക്കും ഈ വേദങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റേ മഹാഭാരതത്തിലെയോ രാമായണത്തിലെയോ സംസ്കൃത ശ്ലോകത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ പറയുന്ന ഒരു അത്രയും അപാരമായ ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇയാൾക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിലൊരു വടിയുമായിട്ടാണ് ഇറങ്ങുന്നത്. വടിയായിട്ട് ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങളെ ഇയാൾ കണ്ണെടുത്താൽ കണ്ടുവിടുക. ഇയാൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ വടിയെടുത്ത് തല്ലാനോടും. അപ്പോൾ എൻ്റെ വില്ലമ്മിൽ അന്ന് ഈ ജാതി വ്യവസ്ഥ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്നൊരു സമയമാണല്ലോ, ബ്രാഹ്മണിക്കൽ ആ സാധനം, നമ്മൾ OBC ആണല്ലോ. അപ്പോൾ അടി കൊണ്ടാലും അടി കൊണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എൻ്റെ വില്ലമ്മയുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഈ മനുഷ്യൻ ഈ ഇല്ലത്തു നിന്ന് പുറത്തിറങ്ങുന്ന കണ്ടാൽ ഈ ഏതെങ്കിലും കണ്ടത്തിൻ്റെ ചേതിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുണ്ടിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വേറെ കുറ്റിക്കാട്ടിലോ ഒളിക്കുകയോ പതിവായിരുന്നു. അപ്പോൾ വില്ലമ്മ എപ്പോഴും പറയും, ഈ കഥ ഓർമ്മയിൽ നിന്നാണ് പറയുക. വില്ലമ്മ ഒരു ചാരായം ഒറ്റ ഗ്ലാസ് ഒരു കൊണ്ടയിലടിച്ചിട്ട് ഇങ്ങനെ ഓർമ്മ പറയുന്നതിൽ നിന്നാണ് എനിക്ക് ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോൾ വില്ലമ്മ പറയും, അവൻ താഴ്ച വെള്ളം കിട്ടാതെ ചത്തത് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ക്യാരക്ടറിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഈ വായിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവണമെന്നില്ല. വായിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള സാമൂഹിക വിരുദ്ധത പറയുന്ന, ജാതി പറയുന്ന എത്രയോ ബുദ്ധിജീവികൾ എനിക്കറിയാം, എത്രയോ എഴുത്തുകാരെ എനിക്കറിയാം, എത്രയോ രാഷ്ട്രീയക്കാരറിയാം. അവർ മറ്റേ ഗുന്തർ ഗ്രാസ്, കാഫ്കെ, നെരൂദെ, ഡീകൺസ്ട്രക്ഷൻ, പിന്നെ സ്ട്രക്ചറലിസം, അസ്തിത്വ പ്രതിസന്ധി ഒക്കെ പറയും. അതിൻ്റെ ഏത് കോട്ടൊക്കെ പറയും. ഈ കസാൻഡിസാക്കീസ്, ടോൾസ്റ്റോയ്, കരമസോവ് ബ്രദേഴ്സിൻ്റെ കോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വായിച്ചിട്ട് ഒരു മാറ്റവുമില്ലാത്ത, സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത, എല്ലാത്തിനോടും പുച്ഛമുള്ള എത്രയോ വായനക്കാരറിയാം. പക്ഷേ വായന കൊണ്ട് മൂല്യബോധമുള്ള ഒരു മനുഷ്യനാണ് പുസ്തകങ്ങൾ വായിച്ചാൽ ഉപകാരപ്പെടാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു മൂല്യബോധം ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തോടും അല്ലെങ്കിൽ മനുഷ്യരോടും അല്ലെങ്കിൽ പ്രകൃതിയോടും ഒരു മിനിമം സത്യസന്ധതയും ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നൊരു മനുഷ്യന് പുസ്തകങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ ഒട്ടും മൂല്യബോധം ഇല്ലാത്ത ഒരു മനുഷ്യൻ എത്ര വായിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ എത്രയോ ആളുകളെ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ നല്ലവണ്ണം പുസ്തകം വായിച്ചുകൊണ്ട് നല്ല മനുഷ്യനാവണമെന്ന് ഉള്ള ഒരു ധാരണ അനുഭവാത്മതലത്തിൽ എനിക്കില്ല. പക്ഷേ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ഞാനില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെ നല്ല മനുഷ്യരാവാനുള്ള കാരണം അവരുടെ ഉള്ളിലൊരു മൂല്യബോധമുണ്ട്. ആ മൂല്യബോധം ഇല്ലാത്തവൻ എത്ര വായിച്ചാലും അയാൾക്ക് ബോധം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കില്ല കാര്യം. അത് മനുഷ്യത്വം എന്നെല്ലാം പറയും. മനുഷ്യത്തുള്ളവൻ പുസ്തകം വായിച്ചാലും പുസ്തകം വായിച്ചില്ലെങ്കിൽ നന്നാവും. പക്ഷേ മനുഷ്യത്തുള്ളവൻ പുസ്തകം കൂടുതൽ വായിക്കുന്നതോറും അവൻ്റെ മനുഷ്യത്വം കൂടും. ഓൻ സമൂഹത്തോടും പിന്നെ ലോകത്തോടും കാലത്തോടും കുറച്ചും കൂടെ സ്നേഹത്തോടും സഹിഷ്ണുതയോടും അത്രമേൽ ആഴത്തിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വായിച്ചിട്ട് ഏകാധിപതികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രാഷ്ട്രീയക്കാർ നമ്മളുടെ ചരിത്രത്തിലുണ്ട്, എത്രയോ കലാകാരന്മാരുണ്ട്, എത്രയോ എഴുത്തുകാരുണ്ട്, സിനിമാക്കാരുണ്ട്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ സ്വയം വിമർശനാത്മകമായി ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നോവലിലെ ഇടം ഏർക്കാനയാണ്. അപ്പോൾ ഏർക്കാന പറയുന്ന സ്ഥലം ഇല്ലല്ലോ ശരിക്കും? ഏർക്കാന എന്ന് പറയുന്ന സ്ഥലമില്ല. പക്ഷേ ആ നോവൽ സംഭവിച്ചത് ബന്തെടുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് കാസർഗോഡ് കർണാടക ബോർഡറായി കിടക്കുന്ന കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിൽ നിന്ന് ഞാൻ ആ ബന്തെടുക്കയിലത്തെ മനുഷ്യരുടെ കഥയാണെന്ന് പറഞ്ഞാൽ അവരെ തല്ലുകൊണ്ട് ഞാൻ കാസർഗോഡ് വിട്ടു പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാനതിനെ ഏർക്കാന എന്ന് പറയുന്ന എൻ്റേതായിട്ടുള്ള ഒരു സ്ഥലപ്പേര് നൽകുകയും അത് നോവലിലേക്ക് കൊണ്ടുവരികയും ആണ് ചെയ്തത്. എനിക്ക് ചോദിക്കാനുള്ളത് എഴുത്തിൻ്റെ ഒരു സീക്രട്ടാണ് സത്യത്തിൽ, നിങ്ങളത് പറയുമോയെന്നറിയില്ല. അതായത് ഏർക്കാന പോലത്തെ ഒരു സ്ഥലം, ഇത്രയും അംഗങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങൾ, അത് തമ്മിലുള്ള ക്ലാഷുകൾ, ഇത് എഴുതുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാനും, ഒരു സ്ഥലം, കുടുംബങ്ങൾ, ഇത്രയധികം കഥാപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി എന്താ? അതെന്താ പ്രശ്നം വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് എഴുതിയ ഒരു വർക്ക് ഓഫ് ആർട്ടാണ് ഈ മരണവംശം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്രയും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയ, എൻ്റെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുള്ള, മറ്റ് പലതരത്തിലുള്ള അപമാനങ്ങളും ആത്മനിന്ദകളും ഏറ്റുവാങ്ങിപ്പെടേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിൻ്റെ ആഖ്യാനം പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടെൻഷൻ, ഭീകരമായിട്ടുള്ള മാനസിക സംഘർഷത്തിലൂടെ പോകുന്നൊരു സമയത്ത്
ഇതിലെ കഥാപാത്രങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ കുഞ്ഞമ്മാറായാലും വെള്ളച്ചി ആയാലും കള്ളൻ കോമനായാലും, കള്ളൻ കോമനല്ലേ, എല്ലാവരും എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ ഞാൻ നിൽക്കും, ഞാൻ ഇങ്ങോട്ട് പോവും. ചില കഥാപാത്രങ്ങൾ നമ്മളുടെ നിയന്ത്രണം വിട്ടിട്ട് പോവും. കുഞ്ഞമ്മാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ ഒരു 4ാമത്തെ അധ്യായത്തിൽ കൊല്ലാൻ തീരുമാനിച്ചാണ്. ഓർമ്മ പോയ ശേഷം കുഞ്ഞമ്മാർ ഇനി വേണ്ട, കാരണം പുള്ളിക്കാര്യത്തിനെ കൊണ്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞമ്മാർ വിട്ടില്ല. കുഞ്ഞമ്മാർ പിന്നെ പോകുന്നത് നോവലിൻ്റെ അവസാനം വരെ വരുന്നുണ്ട്. അപ്പോൾ ആ നോവൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ആഖ്യാനം ഞാൻ പോലും അറിയാതെ എന്നെ കൊണ്ടുപോയ കുറേ വഴികളുണ്ട്, കുറേ ഇരുട്ടുകളുണ്ട്, കുറേ സ്വപ്നതുല്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, സ്വപ്നതുല്യമായ നിമിഷങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത് ഒരു ഓർഗനൈസിങ് റൈറ്റിങ്ങിനപ്പുറത്ത് നമ്മളൊരു സ്പോണ്ടേനിയസ് റൈറ്റിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുമ്പോൾ കിട്ടുന്നതും നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ പഠിച്ച് എഴുതുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് വായനക്കാർക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു കൃതി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത് അവൻ ഉള്ളിൽ നിന്ന് എഴുതുന്നതാണ്. പക്ഷേ നിങ്ങളിങ്ങനെ വർക്ക് ഓഫ് ആർട്ട് കുറേ ആൾക്കാരുണ്ടാവും, വേറെ ഏതോ ഒന്നും അറിയാത്ത സ്ഥലമെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ എത്ര ബുദ്ധിജീവിത്തരം വേണം, ഇപ്പോൾ ഇവിടെ എത്ര ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന കുറേ എഴുത്തുകാരുള്ളൊരു കാലം കൂടിയാണത്. അപ്പോൾ അത് പക്ഷേ വായനക്കാരുടെ ഉള്ളിൽ അത്രയാണ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഞാൻ എത്രയും കാലം അനുഭവിച്ചൊരു ജീവിതവും എൻ്റെ നാട്ടുകാരും അല്ലെങ്കിൽ ആ ബന്ധെടുക്കുക എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളും ദൈവങ്ങളും അനുഭവിച്ചൊരു ജീവിതമൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നതിൻ്റെ ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു സത്യസന്ധത കൂടിയുണ്ട്. പക്ഷെ അതിന് ആ പണിയെടുത്തതിൻ്റെ രഹസ്യം പറയണ കുറച്ച് പണിയുണ്ട്. കുഞ്ഞമ്മാറും വെള്ളച്ചിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് പൊതുവേ പിന്നെ 2 പെണ്ണുങ്ങൾ ഒക്കൂല എന്നുള്ള ഒരു നമ്മളെ നാട്ടിലുള്ള ഒരു ചൊല്ലല്ലേ. പക്ഷെ ഇത് സത്യത്തില് പിന്നെ കുഞ്ഞമ്മാറിന്റെ എക്സ് അമ്മായിയമ്മയല്ലേ വെള്ളച്ചി. അപ്പൊ ഇത്രയും സ്നേഹസമ്പന്നയായ ഒരു അതായത് പഴയ ഭർത്താവിന്റെ അമ്മ, അപ്പൊ അവര് തമ്മിലുള്ള ആ ബന്ധത്തിന് നിങ്ങളത് ആ മനഃപൂർവ്വം എനിക്കത് അതിൻ്റെ ഒരു പൂർവ്വ മാതൃക എന്ന് പറയുന്നത് എൻ്റെ വില്ലമ്മ, രമണിയമ്മ എന്നെല്ലാം പറഞ്ഞ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ സാഹിത്യവേദി സർഗവേദി എന്ന് പോലെയല്ല. അവരൊക്കെ ഈ കൂലിപ്പണിക്കെല്ലാം പോകുന്ന സ്ത്രീകളാണ്. ഇവർ വൈകുന്നേരം ആകുമ്പോൾ തുറന്നു പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് സദാചാരം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ നിൽക്കാറില്ല. ഇവർ വൈകുന്നേരം ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഈ ചാരായം ഒരു കുപ്പി ദശമൂല അരിഷ്ടത്തിൻ്റെ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഷെയർ ഇട്ടിട്ട് മദ്യപിക്കുകയും, ഒരു കൊണ്ട എന്നാണ് പറയുക, ഗ്ലാസ്സല്ല, കൊണ്ടയിൽ ഒഴിച്ചിട്ട് ഒരു 2 ഗ്ലാസ് കുടിച്ചിട്ട് ഭയങ്കര സ്നേഹത്തിൽ കാണുന്ന ഒരു കുട്ടി ഉണ്ട്. അവർ കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഭയങ്കര സർഗാത്മകരാകുന്ന ആദ്യമായി എനിക്ക് മനസ്സിലായത് എൻ്റെ വില്ലമ്മയും രമണിയമ്മയെല്ലാം കുടിച്ചപ്പോൾ. ലോകത്തോടൊക്കെ ഭയങ്കര സ്നേഹം, നല്ല നാട്ടിപ്പാട്ട് പാടും. പിന്നെ തച്ചോളി ഓതനൻ കുഞ്ഞോദനൻ എന്ന് പറഞ്ഞ വടക്കം പാട്ട്, നമ്മൾ നാട്ടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടിനെയാണ് നാട്ടിപ്പാട്ട് എന്ന് പറയുന്നത്. അവർ കുടിച്ചിട്ട് ഇവർ ഭയങ്കര രസകരമായിട്ട് ലോകത്തോട് ഭയങ്കര സ്നേഹം. എല്ലാവരും കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ വളരെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള, മദ്യപിക്കാത്ത, ഭയങ്കര രാഷ്ട്രീയമൊക്കെ ഇടപെടുന്ന അച്ഛനാണെങ്കിൽ ഇത് പ്രാന്താണ്. അപ്പോൾ അച്ഛൻ എന്താക്കുന്നത് വെച്ചാൽ ഇവരുടെ ഈ സംസാരം ഭയങ്കര ഒച്ചത്തിലേക്ക് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ ഈ നാഷണൽ റേഡിയോ ഓണാക്കിയിട്ട് അതിൽ വിവിധ ഭാരതി എന്ന് പറയുന്ന പണ്ട് കിട്ടും 11 മണി വരെ, അത് ഓണാക്കിയിട്ട് ഈ പാട്ട് ഒച്ചത്തിൽ വെക്കും. അപ്പോൾ ആ എൻ്റെ വില്ലമ്മയും രമണിയമ്മയും അപ്പുറത്തുള്ള സ്ത്രീകളും അവരുടെ ഇതും അവിടെ നിന്ന് അമ്മായിയമ്മ ഒന്നുമില്ല, അവിടെ സ്നേഹമാണ്, പിന്നെ പ്രേമമാണ്. എൻ്റെ വില്ലമ്മ 6 കല്യാണം കഴിച്ചിന്. ആ 6 കല്യാണം കഴിച്ച ആളാണ് കുഞ്ഞമ്മാർ. അവർ ഈ 1ാം ക്ലാസ്സിൽ 7ാം വയസ്സിലാണ് ആദ്യത്തെ മംഗലം കഴിക്കുന്നത്. അപ്പോൾ എന്നിട്ട് എവിടെയോ നേരോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പുടവ കൊടുക്കൽ എന്ന് പറയും. മംഗലം കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വില്ലമ്മ വരുന്നത് ഈ പുടവയും കൊണ്ട് രമണിയമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആടെ നിൽക്കുമ്പോൾ പൊഞ്ഞാറാവുന്നുണ്ടെന്ന് പറയും. പൊഞ്ഞാറാവുക വെച്ചാൽ നൊസ്റ്റാൾജിയക്ക് നമ്മൾ പറയുന്ന വേർഡാണ്. അപ്പോൾ എനിക്ക് ആടെ നിൽക്കുമ്പോൾ പൊഞ്ഞാറാവുന്നത്. അങ്ങനെ വില്ലമ്മ 5ാമത്തെ മംഗലത്തിൽ എൻ്റെ അമ്മ ഉണ്ടാവുന്നു, തങ്കമണി ഉണ്ടാവുന്നു. അതോടുകൂടി വില്ലമ്മ പരിപാടി നിർത്തി. അത്രയും ബന്ധങ്ങളൊക്കെ അത്ര സ്വതന്ത്രമാണ്. ഇന്നത്തെ പോലെ ഇത് ഭയങ്കരമായി പ്രേമിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ വിട്ടുപോയാൽ തീ കൊളുത്തി കൊല്ലുക, ആസിഡ് ഒഴിക്കുക, അതൊന്നും വന്നില്ല. അന്ന് അപ്പം തന്നെ സന്തോഷം. അതല്ല, അതിൻ്റെ തുടർച്ച ഇപ്പോൾ ഉണ്ട്. ഈ കുടിക്കുന്ന പെണ്ണുങ്ങളുടെ തുടർച്ച ഇപ്പോൾ നാട്ടിലുണ്ടോ? ഇപ്പോൾ എൻ്റെ ഇല്ല, ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കുറച്ച് കണ്ടിട്ട് ഇങ്ങനെ മസിൽ പിടിക്കാൻ തുടങ്ങി സ്ത്രീകളൊക്കെ. മദ്യപിക്കുന്ന സ്ത്രീകൾ നല്ല രസമാണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ വില്ലമ്മയുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, രമണിയമ്മയുടെ അനുഭവത്തിൽ നിന്ന് വെച്ചാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയങ്കര ലോകത്തോടൊക്കെ അല്ല, അവർ ഓൾറെഡി സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് സ്ത്രീകൾ, അത് തെറ്റാതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹം കുറച്ചും കൂടെ കൂടും. അതുകൊണ്ട് മദ്യപിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയും. ഇപ്പം ഇത് നാളെ മദ്യ വിരുദ്ധ സമിതി എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തല്ല, ഞാൻ പറഞ്ഞതാണ്.
നോവലിലെ നമ്മൾ പിന്നെ ഈ സെവൻത്ത് സീൽ ബഗ്മാൻ്റെ സിനിമയെല്ലാം കാണുമ്പോൾ ഈ ചതുരംഗം കളിക്കുന്ന മരണം എന്ന് പറയുന്ന പോലെ ഈ പോത്തിൻ്റെ പുറത്ത് കിടന്നിട്ട് കാലനിങ്ങനെ നോക്കുകയാണ്, കളിക്ക് മോനെ നീ കളിക്ക് എന്നുള്ള മട്ടിൽ. അപ്പം അങ്ങനെ ഒരു ഈ മരണത്തെ നിങ്ങളൊരു കഥാപാത്രമായിട്ടാണോ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഈ കാലനൊന്നും എൻ്റെ എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാലൻ ഉണ്ടായിരുന്നില്ല, ഈ ഇങ്കിട്ട മണ്ണനൊന്നും എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല. നമ്മളെ ഓർമ്മയിലുണ്ട്, പക്ഷെ അത് ആ എഴുതുന്ന സമയത്ത് അത് വരും. അതിയുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. അത് കഥാപാത്രം അതിൻ്റെ സന്ദർഭങ്ങൾ നമ്മളുള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഒരിക്കലും ബെർഗ്മാൻ്റെ അത് ഉദാത്തമായ അതിനെ അങ്ങനെയല്ല പറഞ്ഞത്, അതുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് ഇത് എന്നുള്ള മട്ടിലല്ല, പക്ഷെ ഇത് കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ നമ്മളെ നോക്കി ജീവിക്കുന്ന ആൾക്കാരോട് ജീവിക്കുന്നുള്ള ആ ഒരു കളിയുണ്ടല്ലോ, അതുപോലെ തോന്നി ഇതിലെ കാലന്റെ നോട്ടം. ഓക്കെ. അല്ല, അത് പിന്നെ വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. എന്തും റോളാൻ ബാർത്ത് എന്ന് പറയുന്ന ഒരു ആൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നോവൽ അല്ലെങ്കിൽ കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓതർ മരിച്ചു എന്നാണ്. പിന്നെ വായനക്കാർക്ക് വിധി എഴുതാം, അത് മോശമാണ്, അത് വൃത്തികേടാണ്, എന്ത് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെയാണ് എൻ്റെ സാഹിത്യത്തെ കാണുന്നത്. ഞാൻ ഭയങ്കര സംഭവമാണ്. ഒരു എഴുത്തുകാരനും ഞാൻ സ്വയം സംഭവമാണെന്ന് വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും അശ്ലീലമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു നോവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കഥയെന്ന് പറയുന്നത് അയാളുടെ സൃഷ്ടിയല്ല ഇത്. നമുക്ക് കഥ എവിടുന്നാണ് വരുന്നത്? അതിന് പിറകിൽ കുറേ പ്രേരക ശക്തികളുണ്ട്. ചിലപ്പം കഥാപാത്രങ്ങൾ കഥ തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ കഥയുണ്ടാവാം, സിനിമ കാണുമ്പോൾ നമുക്ക് കഥ വരാം, അത് ചിലപ്പോൾ സ്വപ്നത്തിൽ വരാം. പക്ഷെ അത് നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. നമ്മളത് എഴുതി വായനക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ വായനക്കാരുടെ ഇഷ്ടമല്ലേ. അവന് 420 റുപ്യാണ് എൻ്റെ നോവലിൻ്റെ വില. അത് വായിച്ചിട്ട് ചീത്ത പറയാൻ അവന് അവകാശമുണ്ട്. 420 എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്ക് ഇപ്പോൾ 350 റുപ്യയുള്ളൂ. അപ്പോൾ 420 റുപ്യ കൊടുത്തിട്ട് ആൾ പുസ്തകം വാങ്ങുമ്പോൾ അയാൾക്ക് ചീത്ത പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വല്ലതും എഴുതിയാൽ നോവലിന് നമ്മൾ പിന്നെ നിറയെ കാണും, ഈ വാഴ്ത്തുപാട്ടുകൾ കാണാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ നന്നായിട്ട് നമ്മൾ വായിച്ച് ഇത് കൊള്ളാൻ നമുക്ക് ഉറപ്പുള്ള നോവലിനെ പറ്റി ഒന്നും കണ്ടില്ല എന്നും വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഗെയിം സോഷ്യൽ മീഡിയയിൽ ഉള്ള പോലെ പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഒരു അനുഭവം ഞാൻ മരണവംശം, എന്നോട് ഇപ്പോൾ ഒരു നോവലോ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളല്ലാത്തവരൊക്കെ കവർ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് എനിക്ക് വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ സത്യം, ഞാൻ പിന്നെ ഈ നോവൽ ഇറങ്ങുന്ന സമയം മാതൃഭൂമി ബുക്സിൽ ജൂലൈ 6 ജൂൺ 6 എൻ്റെ വൈഫിൻ്റെ പിറന്നാളിൻ്റെ ദിവസമാണ് നോവൽ ഇറങ്ങുന്നത്. ആ ജൂൺ 6 ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്കും എൻ്റെ ഓക്കും മാത്രമേ അറിയൂ. ഞാൻ എന്ന് പറഞ്ഞ് എൻ്റെ നോവൽ ഇറങ്ങിയിട്ടുണ്ട്, കവർ ഷെയർ ചെയ്യണം ഞാൻ ഒരു മനുഷ്യനോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ പിന്നെ അതുകൊണ്ട് വായിക്കട്ടെ. അത് പണ്ടേ എൻ്റെ ഒരു തോട്ടാണ്. എനിക്ക് അത്രേ വായനക്കാരുള്ളൂ എന്ന് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ 12ാമത്തെ പുസ്തകമാണിത്. അപ്പോൾ ഒരു 500 മാക്സിമം 500 വായനക്കാരെ ഉണ്ടാവാറുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു മീഡിയൊക്കെ റൈറ്ററാണെന്ന് മറ്റാരെക്കാളും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ ഈ നോവലിന് ഞാൻ ആരോടും ഇതിന് റിവ്യൂ എഴുതുന്നത് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആർക്കും ഈ പുസ്തകം അയച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ പുസ്തകം അയച്ചു കൊടുക്കുകയും റിവ്യൂ ആവശ്യപ്പെടുകയും ചെയ്യുന്ന എത്രയോ എഴുത്തുകാരുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് എനിക്കറിയാം. അതിങ്ങനെ രഹസ്യമായിട്ട് പലരും പേഴ്സണൽ ചാറ്റിൽ ഇതിനൊന്ന് റിവ്യൂ പറയുന്ന എത്രയോ എഴുത്തുകാർ ഇവിടെയുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇപ്പം എൻ്റെ നോവലിന് വന്നിട്ടുള്ള റിവ്യൂസിൽ മൊത്തം എൻ്റെ പരിചയമില്ലാത്ത ആൾക്കാരാണ്. അതിനുശേഷം സുഹൃത്തുക്കളായ ആൾക്കാരാണ് എല്ലാവരും. ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ എഴുതുന്നു. എൻ്റെ സുഹൃത്തുക്കൾ പലരും അത് നോവൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചിട്ടുമുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ അതൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ, അതിനെന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് വായിക്കും. ഇനി നിങ്ങൾ തള്ളുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ യുഗം, അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിയുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ സംഭവിക്കും. കാലം അങ്ങനെയാണ്. ഇതൊരു വിജയമാഷ് പറഞ്ഞ പോലെ ഇതൊരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയാണ്. ഉപഭോഗവൽക്കരണത്തിൻ്റെ പിടിയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ് വിൽക്കപ്പെടേണ്ടത്, എന്താണ് വിൽക്കപ്പെടേണ്ടാത്തത് എന്ന് കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്നൊരു കാലമൊക്കെ ഉണ്ട്. പക്ഷേ എഴുത്തിന് സത്യസന്ധത ഉണ്ടെങ്കിൽ അതിനെ തേടി വായനക്കാർ വരും എന്നാണ് മരണവംശം എന്നെ ബോധ്യപ്പെടുത്തുക. അല്ലെങ്കിൽ ഇത്രയും 15 പതിപ്പിലേക്ക് മരണവംശം എത്തൂല, അല്ലെങ്കിൽ 500 കോപ്പിയിൽ നിൽക്കും. അത് എൻ്റെ റിവ്യൂവിൽ, ഞാൻ എൻ്റെ വാളിലിട്ട റിവ്യൂ ഒക്കെ എന്നോട് അത് 85% നിരൂപണങ്ങളും എനിക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം, മറ്റേ ദുബായ്, പിന്നെ അങ്ങ് മറ്റേ അമേരിക്ക വരെ ഉള്ള പലതരം ആളുകൾ വട്ട റിവ്യൂ അവർ സ്നേഹത്തോടെ ടാഗ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്തു എന്നുള്ള കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. അതിനെ ആത്മരതി എന്ന് വിളിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ കുറച്ച് പുസ്തകം വിറ്റുപോയാൽ കുറച്ച് പൈസ കിട്ടും. ഇപ്പോൾ വീട് കെട്ടാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സ്ഥലം കുറച്ചല്ല, ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ തറക്കല്ലിടണം.
അപ്പം അതിനെല്ലാം ഇപ്പോൾ ഭയങ്കര കമ്പിക്കും സിമെൻറ്റിനെല്ലാം നല്ല വിലയാണ്. അപ്പോൾ കുറച്ച് വിറ്റ് പോയാലും നല്ലതല്ലേ അല്ലേ അല്ലേ? മധ്യവർഗ ജീവിതമാണ്. അത്ര വലിയ പൈസക്കാരൻ ജനിച്ചപ്പോൾ നമുക്ക് വലിയ പൈസയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അച്ഛൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പുതിയ കമ്മ്യൂണിസ്റ്റുകാരനല്ല. പഴയ കമ്മ്യൂണിസ്റ്റുകാരത് ഒന്നും ഉണ്ടാക്കിയില്ല. കമ്മ്യൂണിസം കുറേ പറയും, പിന്നെ പോരാത്തിന് സി പി ഐക്കാർ ഒന്നും ഉണ്ടാക്കൂല. നിങ്ങൾ പൂരക്കളി കളിക്കായിരുന്നു പറഞ്ഞല്ലോ, എന്താ പൂരക്കളി ഒന്നും അറിയില്ല, അതിൻ്റെ ഒരു 2 വരി ചൊല്ലിയാൽ കൊള്ളായിരുന്നു. നീ പൂരക്കളി കളിക്കാൻ ആവശ്യപ്പെടാത്ത വളരെ നന്നായി. കാരണം വെച്ചാൽ പൂരക്കളി കളിക്കണമെങ്കിൽ കുപ്പായ വരണം. നമ്മൾ ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് അതെ 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 അത് അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപം, ചെറുത്, മറ്റേ ഒരു റീൽസ് കാണിക്കില്ല, ഇപ്പോൾ സിനിമയിൽ റീൽസ് കാണിക്കുന്ന പോലത്തെ ഒരു രൂപമാണ് ഇത്. നമ്മളൊരു 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12-1 മണി വരെ നീളുന്ന കളിയാണ് പൂരക്കളി. അപ്പോൾ ഇത് മൊത്തം ബൈ ഹാർട്ട് ആക്കണോ ആ വരികൾ? വരികൾ വൈകാട്ടാക്കണം, അത് കളിക്കുകയും വേണം. നല്ല കളരി പോലെ അത് കളിച്ചിട്ടാണ് എനിക്ക് ഇപ്പോഴും ഷുഗറും പ്രഷറും ഇപ്പോഴും വന്നിട്ടില്ല. ആ പണ്ട് കളിച്ചതിൻ്റെ ഗുണം. നമ്മൾ അങ്ങനെ കുറേ മറിയൊക്കെ വേണം. 1-ാം തരം 3, 4, 4-ാം തരം 5-ാം തരം എന്ന് പറയുന്നത് വളരെ ആയാസകരമായ കളിയാണ്. അത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജിമ്മിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കൊല്ലത്തിൽ ഒരു 3 മാസമാണ് നമ്മൾ അമ്പലങ്ങളിൽ കളിക്കുക. പക്ഷേ ആ 3 മാസം തുടർച്ചയായി ഇത് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിലൊന്നും പോകണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പൂരക്കളിയുടെ ഒരു 2 വരി. പൂരക്കളി കളിച്ചുകൊണ്ടേ പാടാൻ പറ്റും. ഇപ്പോൾ അതിനിങ്ങനെ മറ്റേ നാരായണ നാരായണ എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെല്ലാം കാണിക്കണം. അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ ഓളം വരും. ഇപ്പോൾ നമ്മൾ പാട്ടുകാർ പാടുന്ന പോലെ തന്നെയാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്. അതിലെ വേഷത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തെയ്യം നമുക്ക് തെയ്യത്തിൻ്റെ തോറ്റം നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞ ശേഷം കണ്ണാടി നോക്കുമ്പോഴേ നമുക്കത് പറയാൻ പറ്റൂ. അതപ്പോൾ ഉള്ളിൽ വരണം. ഇപ്പോൾ ഞാൻ രാമരാഘവ മാവിൽ വാങ്ങാമെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറയും. പക്ഷേ ഞാൻ ചോപ്പും ചോറയും കൊണ്ടുവന്നാൽ ഞാൻ കുപ്പായ അഴിച്ച് ഇടുന്ന് കെട്ടി പാടും ആടും. എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ഇപ്പോൾ ദേശം ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരുപാട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല കൃതികളിലും ദേശം ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആത്രേയകമായിരുന്നാലും കാട്ടൂർ കടവായിരുന്നാലും ഒക്കെ ദേശം ആയി വരുന്നുണ്ട്. ഇതിൽ ദേശം മാത്രമല്ല പ്രകൃതിയും ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ പത്മരാജൻ സിനിമയിൽ മഴ പെയ്തിറങ്ങുന്നത് പ്രണയമഴയായിട്ടാണെങ്കിൽ ഇവിടുത്തെ ഈ മരണവംശത്തിലെ മഴ പെയ്തിറങ്ങുന്നത് ഒരു ആസുര താളത്തിലാണ്. ആ 5 മക്കൾ നഷ്ടപ്പെട്ട അവസാനം രവിയുടെ മുല്ലപ്പൂവിലേക്ക് മഴ നനഞ്ഞിറങ്ങി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഓരോ മക്കളായിട്ട് നിറയും പാറുവിന് നന്ദ്യാർ വട്ടം, ഇങ്ങനെ ഓരോ ചെടികളെ പറഞ്ഞ് അവസാനം രവിക്ക് മുല്ലവള്ളി നനവായി പടർന്നിറങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയും കാലങ്ങളും ദേശവും ഒപ്പം നാട്ടുഭാഷയും ഇത്രയും മനോഹരമായി സമന്വയിച്ച് എങ്ങനെയാണ് അതിൻ്റെ രചന എന്നുള്ളതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് സന്തോഷം, നല്ല അഭിപ്രായത്തിനും ചോദ്യത്തിനും. ഞാൻ ബേസിക്കലി ഇത് ഒരു പകയുടെ കഥയായിട്ടല്ല ഞാനിത് പ്ലാൻ ചെയ്തത്. ഒരു പ്രണയത്തിൻ്റെ നോവലായിട്ടാണ്. എനിക്ക് പ്രേമിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും അല്ല, പ്രേമം ഇഷ്ടമാണ്. അത് പ്രണയത്തിൻ്റെ നോവലായിട്ടാണ് ഞാനത് വിഭാവനം ചെയ്തത്. എൻ്റെ പല കൃതികളും അതേപോലെ വളരെ ഇപ്പോൾ കിടപ്രസമരത്തിലെ കഥകളായാലും അല്ലെങ്കിൽ മറ്റ് കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അവസാനം ജാനകി ഉണ്ടാക്കിയ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കഥകളിലായാലും കുറച്ചും കൂടെ നിഷ്കളങ്കമായിട്ടാണ് ഞാൻ ലോകത്തെയും കാലത്തെയും ഒക്കെ കാണാൻ എഴുത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതും ഞാനൊരു പ്രണയത്തിൻ്റെ നോവലായിട്ടാണ് ആഖ്യാനത്തിൽ വിഭാവനം ചെയ്തത്. അത് ഭാസ്കരനും നളിനിയും തമ്മിലുള്ള പ്രണയം, ചന്ദ്രനും രമണിയും തമ്മിലുള്ള പ്രണയം, പിന്നെ തങ്കവും പൊന്നും കള്ളനോട് തോന്നുന്ന പ്രേമം, അങ്ങനെ പലതരം പ്രണയങ്ങളുടെ ഒരു മാല അതിലുടനീളം വേണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് പകയുടെയും പ്രതികാരത്തിൻ്റെയും നോവലായിട്ട് വായിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെയാണ് അത് കണ്ടത്. പിന്നെ ഈ പ്രകൃതി, ദൈവങ്ങൾ, പിന്നെ ഭാഷ ഒക്കെ വരുന്നത് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് സാറേ. അത് ആക്ച്വലി നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഈ ദൈവത്തെ നീ എന്നല്ല വിളിക്കൽ, കണ്ണിച്ചോരയില്ലാത്ത ദൈവമേ എന്നാണ് ഞങ്ങളുടെ വാക്കിൽ. ദൈവത്തെ തെറിയൊക്കെ വിളിക്കും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ. ഇപ്പോൾ പശുവൊക്കെ, എൻ്റെ വീട്ടിൽ പശുക്കുഞ്ഞ് കിടാവ് മരിച്ച സമയത്ത് എൻ്റെ വില്ലമ്മ അയോളത്ത് അതിനൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. ഓള് കൊണ്ടുപോയി എന്നാണ് പറയൽ. അപ്പോൾ ആ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ കൂടെ ഇരിക്കുന്ന, കൂടെ വർത്താനം പറയുന്ന, ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൂടെ മദ്യപിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് നമ്മളെ സമയത്തോളം തോറ്റുപോയ മനുഷ്യരുടെ ആത്മവിലാപങ്ങളാണ് തെയ്യങ്ങളായിട്ട് വരുന്നത്.
തെയ്യങ്ങളെല്ലാം തോറ്റുപോയവരാണ്. അത് നിങ്ങൾക്ക് തെയ്യത്തിൻ്റെ കഥ, ഒരു തെയ്യവും ജയിച്ച, ഞങ്ങളുടെ ഇപ്പുറത്ത് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ എല്ലാ ദൈവങ്ങളും ജയിച്ചവരാണ്. ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം തോറ്റുപോയവരാണ്. അപ്പോൾ തോറ്റുപോയ തെയ്യങ്ങളുടെ കഥകളാണ് നമ്മൾ കണ്ടും കേട്ടും വരുന്നത്. അതുകൊണ്ട് തെയ്യം എപ്പോഴും കെട്ടിയാടുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചുമലിൽ സങ്കടത്തോടു കൂടി കൈവെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. നാട്ടുഭാഷ എനിക്കറിയുന്ന നാട്ടുഭാഷ, അതിൽ മൊത്തം നാട്ടുഭാഷ വേണം ഞാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് നല്ലോണം അറിയാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കൊല്ലത്ത് ജോലി ചെയ്തു, കൊച്ചിയിൽ ജോലി ചെയ്തു, കോഴിക്കോട് ജോലി ചെയ്തു. ഇങ്ങനെ ഈ സങ്കര അവസാനം ക്രോസ് ആവും. അപ്പോൾ എൻ്റെ നാവിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് വാക്ക് പോവും. അപ്പോൾ എനിക്കിതെല്ലാം എനിക്ക് രേഖപ്പെടുത്തി വെച്ചേ മതിയാവും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഷ ഇങ്ങനെ വരുന്നത്. അത് നമുക്കറിയാം. പിന്നെ പ്രകൃതി എന്ന് പറയുന്നത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു ഞങ്ങളുടെതെല്ലാം. ഇപ്പോൾ അതായത് നമ്മളുടെ വീട്ടിലത്തെ വയസ്സായ ആൾക്കാരൊക്കെ പശുക്കളോടൊക്കെ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ രമണിയമ്മ എന്ന സ്ത്രീ പശുവോടൊക്കെ എല്ലാം സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നതിൻ്റെ ഒരു ആഖ്യാനമാണ് ആ നോവലിൽ കടന്നു വന്നിട്ടുള്ളത്. ഇത് ബോധപൂർവമല്ല. എന്നെ വളരെയധികം പേടിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോകുന്ന വഴിയിലൊരു മരമുണ്ട്. അതിൻ്റെ മരണവംശം വായിച്ചതിന് ശേഷം എനിക്ക് വളരെ ഭയമാണ്. ഇതിൽ നിന്നൊരു പാമ്പ് ഇറങ്ങി വരും, ആ ഒരു സാധനം അതിനകത്തുണ്ട്. അത് ഷാജിയുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അമ്മ വാലയെ തൂക്കി പാമ്പിനെ അടിച്ചു കൊല്ലുന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം അതല്ല, ഷാജിയേട്ടനൊരു സിനിമാക്കാരൻ കൂടെയാണ്. അപ്പോൾ സാധാരണ സാഹിത്യകാരന്മാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നോവൽ സിനിമയാക്കുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ്. പക്ഷേ എനിക്ക് തിരിച്ചാണ് ചോദിക്കാനുള്ളത്. ഷാജിയേട്ടൻ സിനിമ എഴുതിയിട്ട് നോവലിലേക്ക് വന്നപ്പോൾ ഈ വിഷ്വൽ ഭാഷ, അതായത് കൂടുതൽ വിഷ്വലൈസേഷൻ ഉള്ള ഒരു മരണവംശത്തിൽ വളരെയധികം വിഷ്വലൈസേഷൻ ഉണ്ട്. പിക്ചർ ഈ പറഞ്ഞതുപോലെ എല്ലാം വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ അത് തിരിച്ചുള്ള ഒരു എഴുത്തായിരുന്നല്ലോ. ഷാജിയേട്ടൻ ഇതിലൊരു റോള് ചെയ്യുകയാണെങ്കിൽ എന്ത് റോള് ചെയ്യും? എൻ്റെ അമ്മ അല്ല, ഇത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു കഥകൾ വായിച്ച ആളുകൾക്കറിയാം, ബേസിക്കലി ഭയങ്കരമായിട്ട് വിഷ്വലിൻ്റെ ഒരു ധാരാളിത്തം ഉണ്ടാവും. കാരണം ഞാനൊരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്കിപ്പോൾ റോഡ് സൈഡിൽ നടക്കുമ്പോൾ ഒരു വണ്ടി, ഞാൻ എപ്പോഴും വേറെ ഏതോ ലോകത്ത് നടക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു മെൻ്റൽ ഉണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട്. അതെൻ്റെ വീട്ടുകാരി പ്രത്യേകം പറയും. എന്നോട് ഒരിക്കൽ നല്ലെണ്ണ വാങ്ങാൻ പറഞ്ഞിട്ട് നല്ലെണ്ണ വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ നല്ലെണ്ണ വാങ്ങിയിട്ട് വന്നു. അവൾ നല്ല എണ്ണ വാങ്ങാനാണ് പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ ഒരു ബോധക്കേടുള്ള, ഒരു വിവരക്കേടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എപ്പോഴും വിഷ്വലായിട്ട് കാര്യങ്ങളെ കണ്ട് ശീലമുണ്ട്. അതിപ്പോൾ കുട്ടിക്കാലത്ത് ഈ രമണിയമ്മ പറഞ്ഞ ഒരു കഥയുണ്ട്. അത് രമണിയമ്മ കാക്കയുടെ പൂച്ചയുടെ കഥയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞൊരു കഥ എന്ന് വെച്ചാൽ, ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്ന കഥയാണ് പറഞ്ഞത്. ഒരു തല ഇങ്ങനെ നടന്നു പോകുന്നു. ആ തല പോയിട്ട് ഒരു കള്ളനെ കാണുന്നു. കള്ളനോട് വർത്തമാനം പറയുന്നത്, എൻ്റെ ശരീരം ഇവിടെ. അങ്ങനെയെല്ലാം കഥകൾ കേട്ട ഒരാളുടെ സമയത്ത് അതപ്പോഴേ എനിക്ക് വിഷ്വലുണ്ട്. അപ്പോൾ അത് കഥകളിലും പിന്നെ ഓർമ്മകളിലും ഇപ്പോൾ നോവലിലും വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ വിഷ്വൽ നമ്മൾ മറക്കില്ല. നമ്മളിപ്പോൾ വെറുതെ തല നടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു വാചകം മാത്രമാവും. പക്ഷെ നമ്മളത് വിഷ്വലായിട്ട് വരുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ചിരുകണ്ഠൻ എന്ന കോഴിയുടെ പോരാട്ടം നമ്മളുടെ മനസ്സിലുണ്ടാവും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. വായിച്ചവൻ്റെ മനസ്സിൽ അതുണ്ടാവും, അതങ്ങനെ കറക്റ്റായിട്ട് വരും. ആ വിഷ്വൽ കഥയിലേക്ക് വരുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ അത് കുറച്ച് എഴുതാൻ പണിയുണ്ട്. നമ്മളത് ശീലിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രയാസമില്ല. പക്ഷേ എഴുതി അങ്ങനെ ഒരു വിഷ്വൽ വായനക്കാരന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അത് വായനക്കാരൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കും. അതിപ്പോൾ നോവൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ സിനിമ കണ്ടാൽ ചില സീനുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ അങ്ങനെ ചില സീനുകൾ, നോവലിലെ ചില സീനുകൾ വായനക്കാരൻ്റെ മനസ്സിൽ നിന്നാലും അത് എഴുത്തുകാരൻ്റെ വിജയമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിഷ്വലായിട്ടാണ് കഥ എഴുതുമ്പോഴും നോവൽ എഴുതുമ്പോഴും. അത് സിനിമ എഴുത്തുകാരനായതുകൊണ്ടല്ല. നമസ്കാരം. ഷാജി സാറിന് ജീവിതത്തിൽ വയലൻസിനോടുള്ള നിലപാടെന്താണ്? ഒന്ന്. രണ്ടാമത്തെ കൗതുകത്തിൻ്റെ പുറത്തുള്ളൊരു ചോദ്യമാണ്, ഇത് അഭ്രപാളിയിൽ കാണാൻ പ്രേക്ഷകർ എത്ര കാലം കാത്തിരിക്കണം? അതിൽ മമ്മൂക്ക ഏതെങ്കിലും രീതിയിൽ വരാൻ സാധ്യതയുണ്ടോ? 3 ചോദ്യങ്ങൾ. ഞാൻ എല്ലാവിധ വയലൻസിനും ഞാൻ എതിരാണ്. എന്നെ കാണുമ്പോൾ അങ്ങനെ വയലൻസ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഉണ്ടോ? എൻ്റെ മുഖത്ത് അങ്ങനെ ഉണ്ടല്ലേ, ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ടല്ലേ. അങ്ങനെ ഒരു വയലൻസ് ഇഷ്ടപ്പെടും. ഞാൻ ലോകം ഭയങ്കര സമ്പന്നമായിരിക്കണം. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സ്നേഹസമ്പൂർണ്ണമായിരിക്കണം ലോകം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എഴുതുമ്പോൾ അത് ഞാനല്ല. എഴുതുന്ന ഒരാളുടെ കൃതി വെച്ചിട്ട് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ്. എഴുത്തുകാരന് പല രാഷ്ട്രീയമുണ്ട്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ എൻ്റെ എഴുത്തല്ല എൻ്റെ രാഷ്ട്രീയം. അപ്പോൾ വയലൻസിന് ഞാൻ എതിരാണ്. പക്ഷേ ഇപ്പം ഞാൻ അടുത്ത എഴുതാൻ പോകുന്നൊരു നോവലും വയലൻസാണ്. അതിപ്പോൾ ഉടൻ വരും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമഡി നോവൽ എഴുതുന്നുണ്ട്.
അത് ഭയങ്കര കോമഡി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വായനക്കാർക്ക് അത് ട്രാജഡി ആയി തോന്നാം. നോവൽ നല്ല രസമാണ് എഴുതാൻ, കഥയേക്കാളും സുഖമാണ് നോവൽ. നമുക്ക് നമ്മളുടെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ വയലൻസ് അത് കഥ ആവശ്യപ്പെടുമ്പോൾ ആ വയലൻസ് എനിക്ക് അവതരിപ്പിച്ചേ മതിയാവൂ. എനിക്ക് കഥാപാത്രത്തോട് നീതി പുലർത്തണം, വായനക്കാരോടല്ല. കഥാപാത്രം ഇപ്പോൾ മരണവംശത്തിൽ ഭാസ്കരൻ വയലൻസിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ്, ചന്ദ്രൻ പോലും. അതിൽ വയലൻസിനെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് ചന്ദ്രനോട് ഭയങ്കര സ്നേഹം തോന്നി. കൊല്ലണോ എന്ന് പറഞ്ഞ് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ. അരവിന്ദനെ ഞാൻ എൻ്റെ അനിയനെപ്പോലെ ഞാൻ കൊണ്ടു നടന്നതാണ്. പക്ഷേ അരവിന്ദനും കൈവിട്ടു പോകുന്നു. അത് വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അധ്യായവും ഒരു നിറവും അതിൻ്റെ സബ് നിറവും ഒന്നും ഞാൻ മനഃപൂർവ്വം വയലൻസിന് വേണ്ടി ഉണ്ടാക്കിയല്ല. അത് ആ സാഹചര്യത്തിനനുസരിച്ച് അവിടെ വരുന്നതാണ്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിലും അങ്ങനെയാണ് അത് വരുന്നത്. ഐ ആം അഗെയിൻസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് വയലൻസ്. സിനിമ ഈ വർഷം ഞങ്ങളുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വർഷം ഷൂട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ മരണവംശം എന്ന് പറയുന്നില്ല, അതിൻ്റെ ആദ്യത്തെ പേര് റാക്ക് എന്നായിരുന്നു. അപ്പോൾ റാക്ക് എന്ന പേരാണ് ആദ്യം ഇട്ടത്. റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരായത്തിന് കാസർഗോഡൻ ഭാഷയിൽ പറയുന്ന വാചകമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നോവലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മളെ കുറേ സുഹൃത്തുക്കൾ റാക്ക് കുടിക്കുന്നവരുണ്ട്, റാക്ക് കുടിക്കാത്തവരുണ്ട്. ഞാൻ റാക്ക് കുടിക്കാറില്ല, മദ്യപിക്കാറില്ല. പക്ഷേ അടിയിൽ നമ്മൾ കമൻ്റ് ഇടും, ഒരു കൊണ്ട റാക്ക് തരുമോ, നമുക്കൊന്ന് അടിച്ചാലോ എന്നുള്ള കമൻറ്റ് വരും എന്നുള്ള ഒരു. അതുമാത്രമല്ല, ആ നോവലിൻ്റെ ഒരു പൊതു സ്വഭാവം ചാരായവുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നി. റാക്കുണ്ട്, അതൊരു പാർട്ട് ഓഫ് അധ്യായങ്ങളുടെ. പക്ഷേ മരണങ്ങളുണ്ട്, പ്രണയം പോലെ അതിൻ്റെ തുടർച്ചയായ മരണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് മരണങ്ങളാണ്. അപ്പോൾ എന്ത് പേരിടുന്നു ഞാനും വൈഫും ഇങ്ങനെ കുലങ്കുഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര മരണങ്ങളാണല്ലോ ഇത്. അവൾ കുറച്ചും കൂടെ എന്നെപ്പോലെ ക്രൂരനല്ല, കുറച്ചും കൂടെ ഈ ദുഃഖങ്ങളും ദുരന്തങ്ങളും കണ്ടാൽ സങ്കടപ്പെടുന്ന ഒരു എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭയങ്കര വൈകാരികതയുള്ള സ്ത്രീയാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, എന്തോരം മരണങ്ങളാണ് എന്ന് അവൾ ചോദിച്ച സമയത്ത് എൻ്റെ മോള് താഴെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. അവൾ LKG UKG. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാ അച്ഛാ നമ്മൾ നോവലിന് അച്ഛൻ്റെ പുസ്തകത്തിന് മരണത്തിൻ്റെ പുസ്തകം എന്നിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മരണത്തിൻ്റെ പുസ്തകം എന്നിട്ടോ എന്ന് മോള് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് മരണവംശം എന്ന പേര് വരുന്നത്. മരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. പ്രണയം പോലെ തന്നെ അതിൽ മരണങ്ങളുടെ ഒരു യാത്രയുണ്ട്, കുറേ പല കാലങ്ങളിലൂടെയുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി അതായിരിക്കും സ്യൂട്ടബിൾ എന്ന് തോന്നി. അങ്ങനെയാണ് ആ പേരിടുന്നത്. സിനിമയും എഴുത്തും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താ റിയാലിറ്റി സിനിമയിലേക്ക് വരുമ്പോൾ എഴുത്തിനുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, വ്യത്യാസം ഉണ്ടാവുമല്ലോ സിനിമയിലേക്ക് വരുമ്പോൾ. മരണവംശം എന്ന് പറയുന്നത് ഒരു വലിയ നോവലാണ്. അപ്പോൾ അതിലൊരു 2.5 മണിക്കൂറിൽ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. അത് കാരണം അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഉള്ളിലാണുള്ളത്. അതിൽ നിന്ന് എനിക്കൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആരെയും പിന്നെ കളയാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഒരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ എൻ്റെ മനസ്സിൽ കുടിയിരിക്കുന്ന ആൾക്കാരാണ് പലരും. അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ദൈവങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും രാജേഷ് മാധവനും കൂടിയിട്ടാണ് അതിൻ്റെ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ അവൻ പുറത്തുള്ള ഒരാളാണ്. അവൻ്റെ നാട്ടിലാണ് ഈ സംഭവിച്ചെങ്കിൽ കൂടിയും അവൻ്റെ നാട്ടിലാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അനുഭവ തലം അവനുണ്ട്. അപ്പോൾ ഞാനും അവനും കൂടി ചെയ്യുമ്പോൾ അവൻ അതിൽ നിന്ന് വീണുന്നെടുത്ത്, സംവിധായകനാണ് ആത്യന്തികമായിട്ട് സിനിമ എന്താണ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. തിരക്കഥ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് ഓഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്.